പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട PM നിസാമുദ്ദീൻ സാഹിബ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് KM നിഷാദ്, ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട PB ഷെരീഫ്, മറ്റ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരെ, ഭാരവാഹികളെ, മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ അനുസ്മരണമാണ് ഈ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാനായ CH മരണപ്പെട്ടിട്ട് ഏതാണ്ട് 41 വർഷം തികയുകയാണ്. ഈ 41 വർഷങ്ങൾക്ക് ശേഷവും നമ്മളെപ്പോലുള്ള ഈ പുതുതലമുറ ഈ ലീഗ് ഓഫീസിൻ്റെ ഉള്ളിൽ മഹാനായ CHനെ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്ത ഈ സമുദായത്തിന്, ഈ സമൂഹത്തിന്, നാടിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ അത്രമാത്രം നിസ്തുലമാണ്. മഹാനായ CH ഒരു വായിൽ വെള്ളക്കരണ്ടി അല്ലെങ്കിൽ സമ്പന്നതയുടെ നെറുകയിൽ ജനിച്ച ഒരാളല്ലായിരുന്നു. വെറും ഒരു ചെറ്റക്കുടിലിൽ ആലി മുസ്ലിയാരെന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ, ഒരു സാധാരണക്കാരൻ്റെ മകനായി ജനിച്ച് പിന്നീട് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം വരെ എത്തിപ്പെട്ട ഒരു നേതാവായിരുന്നു. അപ്പം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, CH ഒക്കെ മുസ്ലിം ലീഗിൻ്റെ നേതൃനിരയിൽ വരുമ്പോൾ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യ വിഭജിക്കപ്പെട്ടു, മുസ്ലിം ലീഗ്, അതായത് ഈ രാജ്യത്തോളം വലിപ്പമുണ്ടായിരുന്ന മുസ്ലിം ലീഗ് 1947 ശേഷം ഏറെ തളർന്നു. അപ്പോൾ ആ സമയത്ത് ഒരു മുസ്ലിം ലീഗുകാരൻ ഇനിയും ഒന്നും ആകാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് പിന്നീട് 1956 ആദ്യത്തെ കേരളത്തിൻ്റെ നിയമസഭയിൽ MLA ആയി. അതിനു മുമ്പ് 1949 CH ആദ്യമായിട്ട് ചന്ദ്രികയുടെ പത്രാധിപരായി 21ാമത്തെ വയസ്സിൽ. ഇന്ന് ഒരു 55 അല്ലെങ്കിൽ 60 വയസ്സുള്ള ആളുകൾ ഇരിക്കുന്ന പദവിയിൽ മഹാനായ CH 1949 വെറും 21ാമത്തെ വയസ്സിൽ ചന്ദ്രികയുടെ പത്രാധിപരായി. പിന്നീട് കോഴിക്കോട് നഗരസഭയുടെ കൗൺസിലറായി. പിന്നീട് 1956 ആദ്യത്തെ നിയമസഭാ ഇലക്ഷനിൽ മന്ത്രിയായി. പിന്നീട് CH 1961 മഹാനായ സിരി സാഹിബിൻ്റെ മരണത്തെ തുടർന്ന് കേരള നിയമസഭയുടെ സ്പീക്കറായി. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ മുസ്ലിം ലീഗ് വഹിച്ച ഏറ്റവും സുപ്രധാനമായ പദവിയായിരുന്നു 1961 സ്പീക്കർ പദവി സിരി സാഹിബിന് ശേഷം. അതിനുശേഷം 1967 EMSന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെട്ട സപ്തകക്ഷി മുന്നണി അധികാരത്തിൽ വരുന്നത്. അന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പ് പല മന്ത്രിസഭകളിലും മുസ്ലിം ലീഗിന് അധികാരം ഉണ്ടായിരുന്നെങ്കിലും സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി കേരളത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് മാറുകയുണ്ടായി. അന്ന് CH വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റു. അപ്പം നമുക്കറിയാം, ആ സമയമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി ഏറെ പിന്നോക്കം നിന്നിരുന്ന ഒരു കാലഘട്ടമാണ്. സ്കൂളുകൾ കുറവാണ്, കോളേജുകൾ ഇല്ലതാനും. അത്രമാത്രം പിന്നോക്കാവസ്ഥയിൽ നിന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ 100 കണക്കിന് സ്കൂളുകൾ അനുവദിച്ചു, കോളേജുകൾ അനുവദിച്ചു, യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നു. മലബാറിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നു. പിന്നെ അത് മാത്രമല്ല, അറബി അധ്യാപകർക്ക് യാതൊരുവിധ സംരക്ഷണമില്ലാതെ അറബി അധ്യാപകരില്ലായിരുന്നു. അതായത് മുസ്ലിങ്ങൾ സർക്കാർ തലങ്ങളില്ലായിരുന്നു. അപ്പോൾ അന്ന് CH എന്ത് ചെയ്തു? അറബി എഴുതാനും പഠിപ്പിക്കാനും അറിയുന്നവരെയൊക്കെ അറബി അധ്യാപകരാക്കി മാറ്റി, അവരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാക്കി മാറ്റി. അപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു സർക്കാർ ഉദ്യോഗം എന്നുള്ള ഇജ്ജത്തുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറി. അപ്പോൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് സർക്കാർ ഉദ്യോഗത്തിലേക്ക് വഴി തെളിച്ചത് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബായിരുന്നു. പിന്നീട് കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് ഉദ്യോഗ രംഗത്ത് 12% സംവരണം കൊണ്ടുവന്നു. പിന്നീട് കേരളത്തിൽ അറബി അധ്യാപകരെ സാധാ അധ്യാപകരായി, അതായത് നമ്മളിപ്പോൾ കാണുന്ന അധ്യാപകരായി നിയമിക്കുകയും അവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകി. അങ്ങനെ എന്ന് പറയേണ്ട ഈ എണ്ണമറ്റ നേട്ടങ്ങൾ ഈ സമുദായത്തിനും സമൂഹത്തിനും CH നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾക്ക് പഠിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ ഈ എറണാകുളത്ത് കുസാറ്റ് എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. CH പിന്നെ അമേരിക്കൻ സന്ദർശനത്തിന് പോയപ്പോൾ അവിടെ ഒരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, മെസാച്യൂസെറ്റ്സ് സർവകലാശാല. അപ്പോൾ അത് മാതൃകയിൽ കേരളത്തിൽ വന്നുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളെ സാങ്കേതിക രംഗത്ത് കൈപിടിച്ചു ഉയർത്തുന്നതിന് വേണ്ടി CH സ്ഥാപിച്ച സർവകലാശാലയാണ് കളമശ്ശേരിയിലെ ഇരിക്കുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അങ്ങനെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും സമുദായത്തിനും CH നൽകിയ സേവനങ്ങൾ നിസ്തുലമാണ്. മഹാനായ CH സമുദായത്തിന് വേണ്ടിയും നാടിനു വേണ്ടിയുമുള്ള ഓട്ടത്തിൽ സ്വന്തം ആരോഗ്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചില്ല. സമുദായത്തിന് വേണ്ടി ജീവിച്ചു. വളരെ ചെറിയ പ്രായത്തിൽ 56-ാം വയസ്സിൽ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് 1983 സെപ്റ്റംബർ മാസം 28-ാം തീയതി മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, CH നമുക്ക് വലിയൊരു മാതൃകയാണ്.
ഒരു MSF നേതാവിൽ നിന്ന് തുടങ്ങി പിന്നീട് അത് ഒരു ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ എന്താ പറയണ്ട അച്ചടക്കമുള്ള ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായി വളർന്ന് കേരളത്തിലെ ഒരു മുസ്ലിം ലീഗുകാരന് ആ കാലഘട്ടത്തിൽ വഹിക്കാൻ പറ്റിയ ഏറ്റവും വലിയ പദവി കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ വരെ ഇരുന്ന് നമുക്കൊക്കെ മാതൃകയായി മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് ഇവിടെ പറഞ്ഞു. അപ്പം നമ്മളെപ്പോലുള്ളവർക്ക് CHൽ നിന്ന് കിട്ടേണ്ട പ്രചോദനം, നമ്മൾ മുസ്ലിം ലീഗുകാരാണ്, ഈ സമുദായത്തിന് മുസ്ലിം ലീഗ് നൽകിയ സേവനങ്ങൾ നിസ്തുലമാണ്. ഇനി വരുംകാല ഭാവിയിലും ഈ സമുദായത്തിന് ഈ രാജ്യത്ത് ഇസ്സത്തോടെ അഭിമാനത്തോടെ തലയുയർത്തി പിടിച്ച് നിൽക്കാൻ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ ജീവിതവും സന്ദേശവും അദ്ദേഹത്തിന്റെ മാതൃകയും നമ്മൾ ഓരോരുത്തരും മുറുകെ പിടിച്ച് നല്ല മുസ്ലിം ലീഗുകാരായി മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് ഞാൻ എൻ്റെ അനുസ്മരണം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.